കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് SFI മാർച്ച് UGC 2026 തുല്യതാ ചട്ടങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആർ അച്യുതനാണ് ചേരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ബാരിക്കേഡുകൾ മറച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമങ്ങളും നമുക്ക് കാണാം. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. UGC 2026 തുല്യതാ ചട്ടങ്ങൾ പുനഃസ്ഥാപിക്കണം, ഇതാവശ്യപ്പെട്ടാണ് ഈ മാർച്ച്. വലിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടോ? പറയൂ അച്യുതൻ, വിവരങ്ങൾ. തീർച്ചയായിട്ടും, അതായത് ഈ UGC 2026 UGC നിയമങ്ങൾ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് SFI നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷം. പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, പറയൂ. SFI കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോഴൊരു അക്രമാസക്തമായിരിക്കുന്നത്. അതായത് പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം നടത്തിയതോടുകൂടി പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ ഒഴിപ്പിക്കുകയാണ്. വലിച്ചിഴക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. വനിതാ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ നേതാക്കളുണ്ട്, ദേശീയ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ കാണുന്നത്. പോലീസ് ഇവരെ വലിച്ചിഴക്കുന്ന സ്ഥിതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കാണ് SFI മാർച്ച് നടത്തിയത്. UGC നിയമങ്ങൾ പരിഷ്കരിക്കണം, ജാതി വിവേചനം അവസാനിപ്പിക്കണം, ആ രീതിയിൽ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.